ഇന്ന് മീരാനന്ദൻ്റെ വിശേഷങ്ങളാണ് രാവിലെ മുതൽ എല്ലാവരും കണ്ടത്. മീരയുടെ വിവാഹമാണ് നടക്കാൻ പോകുന്നത്. അതിൻ്റെ ആവേശത്തിലാണ് പ്രേക്ഷകരെല്ലാവരും. അതിൻ്റെ ആഘോഷമെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും തകൃതിയായി നടക്കുന്നു. മെഹന്തിക്ക് പിന്നാലെ ഇപ്പോൾ ഇത് ഹൽദി ദിവസം കൂടി എത്തിയിരിക്കുകയാണ്. എല്ലാവരും മഞ്ഞ അണിഞ്ഞെത്തിയിരിക്കുന്ന ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിനു മുൻപ് ഇന്നലെ ഡാൻസ് പ്രാക്ടീസ് ചെയ്ത വീഡിയോ പുറത്തു വരുമ്പോൾ നസ്രിയയും മീരയെ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരനുമായി നല്ല അടുപ്പത്തിലാണെന്നും ഇവർ നല്ല സുഹൃത്തുക്കളാണെന്നും മനസ്സിലാക്കുന്ന ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയാണിത്. നസ്രിയ നൃത്തം ചെയ്യുന്നുണ്ട്. നസ്രിയയും മീരയോടെ കല്യാണ ചെറുക്കനും കൂടി നൃത്തം ചെയ്യുന്നൊരു വീഡിയോ വൈറലായിട്ടുണ്ട്. ഇതോടെ പ്രേക്ഷകരെല്ലാവരും നസ്രിയയുടെ നൃത്തം കാണാൻ കാത്തിരിക്കുകയാണ്. ഇന്ന് ഹൽദി ദിവസമായിരിക്കും ഇവരുടെ വിവാഹത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിക്കുക. ഈ പൂർത്തീകരിച്ചതോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും ഇതിൻ്റെ വാർത്തകളും ഏറ്റെടുക്കാൻ തുടങ്ങും. കഴിഞ്ഞ വർഷം സമൂഹ മാധ്യമങ്ങളിലൂടെ വിവാഹ നിശ്ചയത്തിൻ്റെ ചിത്രങ്ങൾ പങ്കുവച്ചു മീര താൻ വിവാഹിതയാകാൻ പോകുന്നുവെന്ന് പ്രേക്ഷകരെ അറിയിച്ചു. ഇതിന് പിന്നാലെയാണ് ഇന്നലെ മുതൽ ഇവരെ മെഹന്തി ആഘോഷങ്ങൾ തുടങ്ങിയത്. മെഹന്തി ആഘോഷ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ സന്തോഷമുള്ള ദിനങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും ഡേറ്റ് എടുക്കുന്നത്. ഒപ്പം ഒരു വീഡിയോയും വൈറലാകുന്നുണ്ട്. അതിൽ ഓടി നടക്കുന്ന നസ്രിയയെ കാണാം. കുസൃതിയോടെ കളിച്ചു തിരിച്ചു നടക്കുന്ന നസ്രിയ എത്തിയതോടെ പ്രേക്ഷകരെല്ലാവരും നസ്രിയയിലേക്കായി ചിന്തയും ചർച്ചയുമെല്ലാം. എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി കുട്ടിക്കളി കളിച്ച് നടക്കുകയാണ് ഇപ്പോൾ നസ്രിയ ചുറ്റും. സിനിമയിൽ സജീവമല്ലെങ്കിലും മോഡലിംഗിലും മറ്റും സജീവമായതിനാൽ മീരയ്ക്ക് ആരാധകരേറെയാണ്. വളരെ കാലത്തിന് ശേഷം ചുരിദാർ ധരിച്ച് ചന്ദനക്കുറിയും സിമ്പിൾ ഹെയർ സ്റ്റൈലുമൊക്കെയായി മീര കഴിഞ്ഞ ദിവസമായിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത്. കുറേ കാലത്തിന് ശേഷം മലയാളിയായി കണ്ടതിൻ്റെ സന്തോഷം എന്ന തരത്തിലാണ് കമൻറ്റുകൾ വന്നിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ദുബായിലാണ് താമസിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വർഷങ്ങളായി അവിടെ സെറ്റിലായിട്ട്. ഇപ്പോൾ കുറേയധികം നാളുകളായി നാട്ടിലേക്ക് വന്നിട്ട്. ഒട്ടുമിക്ക സെലിബ്രിറ്റി വിവാഹങ്ങൾക്ക് വേദിയാകാറുള്ള ഗുരുവായൂരിൽ തന്നെയാണ് ആദ്യമായി മീരാനന്ദൻ നാട്ടിലെത്തിയപ്പോൾ വന്നത്. അതുപോലെ തന്നെ വിവാഹ നിശ്ചയത്തിന് ശേഷം ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് നേരിട്ടതും കപ്പിളായ മീരയും ശ്രീജുവും തന്നെയാണ്. ശ്രീജുവുമൊത്തുള്ള ഫോട്ടോകൾ നടി പങ്കുവച്ചതിന് ശേഷം തന്നെയാണ് നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിച്ച് എത്തിയത്. നിരവധി പേർ വൻതോതിലുള്ള മോശം കമൻറ്റുകളും എത്തിച്ചു. ശ്രീജുവിനെ വ്യക്തിഹത്യയും ബോഡി ഷേമിംഗ് നടത്തുന്ന തരത്തിലുള്ളതാണ് ഏറെ കമൻറ്റുകളും വന്നത്. ഇവയ്ക്കൊന്നുമെതിരെ മീര പ്രതികരിച്ചിട്ടുമില്ല. പൈസ മുഖ്യമെങ്കിലേ ഇവർക്കിതൊക്കെ മതി, വിവാഹശേഷമുള്ള ഡിവോഴ്സ് വാർത്തയ്ക്കായി കാത്തിരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ബാഡ് കമൻറ്റാണ് കൂടുതലും വന്നിട്ടുള്ളത്. അയ്യോ ബാഡ് സെലക്ഷൻ പറയാതെ വയ്യ എന്ന് പറഞ്ഞ് മീരയെ പൊക്കി പറയുന്നവരുമുണ്ട്. മീരയ്ക്ക് കുറച്ചുകൂടി നല്ല പയ്യൻ ലഭിക്കുമായിരുന്നു, ഇത് കാശ് നോക്കി കല്യാണം കഴിച്ചതാണെന്ന് എല്ലാവരും പറഞ്ഞ് കുറ്റപ്പെടുത്തി. എൻജോയ്, തക്കാളിപ്പെട്ടിക്ക് ഗോദറേജിൻ്റെ പൂട്ടോ, ഇനിയൊരു കല്യാണ നാടകത്തിൻ്റെ ആവശ്യമുണ്ടോ, ബംഗാളി എഡിറ്റ് ചെയ്ത ഫോട്ടോയാണ്, പൊട്ടനെ പോലത്തെ ചെങ്ങായി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു കമൻറ്റ് ചെയ്തു വന്നത്. എന്നിങ്ങനെയായിരുന്നു സ്ഥിരമായി ഭാവി വരനോടൊപ്പമുള്ള ഫോട്ടോകൾ പങ്കുവയ്ക്കുമ്പോഴും പ്രേക്ഷകരെല്ലാവരും കമൻറ്റ് ചെയ്തെത്തിയത്. ലണ്ടനിൽ ജനിച്ചു വളർന്ന ആളാണ് ശ്രീജു. ടെൻഷനായിട്ടുള്ള കാര്യങ്ങളെ വളരെ ഈസിയായി കൈകാര്യം ചെയ്യുന്ന ആളാണ് ശ്രീജുവെന്നും അതാണ് തന്നെ ആകർഷിച്ചതെന്നും മീരാനന്ദൻ തന്നെ ഭാവി വരനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാവി വരൻ്റെ ലുക്കിനെയാണ് എല്ലാവരും പറയുന്നതെന്ന് പറയുന്നു. എന്നാൽ എനിക്ക് ലുക്കിനെ കുറിച്ചൊന്നും തോന്നുന്നില്ല എന്നും എനിക്ക് തോന്നാത്തിടത്തോളം കാലം അത് ആരെയും ബോദർ ചെയ്യുന്ന കാര്യമല്ല എന്നും മീര പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.